ഒരു ക്രിമിനൽ മാഫിയ സംഘം കോൺഗ്രസിനെ ഭരിക്കുക. ഞങ്ങൾ പരാതിയില്ലാതെ തന്നെ നടപടിയെടുത്തു എന്നാണ് മാക്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്ത ഘട്ടത്തിൽ അവർ പറഞ്ഞിരുന്നത്. പിന്നീടാണ് മനസ്സിലായത് നിരവധി പരാതികൾ അവർക്ക് കിട്ടിയിരുന്നു എന്ന്. പരാതി ഇല്ലാതെയല്ല, നിരവധി പരാതികൾ മൂടി വെച്ചുകൊണ്ടാണ്. അവർ തന്നെ ഇപ്പോഴും പറഞ്ഞത് 9 പരാതി KPCCക്ക് തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നാണ്. അതിപ്പോഴും രമേശ് ചെന്നിത്തലയും പറഞ്ഞു. അതിനേക്കാളും ശക്തിയായി രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന MP-യും പറഞ്ഞു, ഞാൻ അവൻ്റെ എല്ലാ കാര്യങ്ങളും വിവരങ്ങൾ മുഴുവൻ എനിക്കെതിരായിട്ട് ഈ ആക്രമണം തുടർന്നാൽ സൈബർ ആക്രമണത്തെ സംബന്ധിച്ച് പറഞ്ഞതാണ് അദ്ദേഹം, ഞാൻ പറയും എന്ന് അദ്ദേഹവും പറയുകയുണ്ടായി. അതിൻ്റെ അർത്ഥം നിരവധി പരാതികൾ ഇപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തക, അതുപോലെ തന്നെ അവിടെ ശാസ്ത്ര സാംസ്കാരിക മേഖലയുടെ ചുമതലക്കാരിയായ ഷഹാന തന്നെ പറഞ്ഞത്, എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ഈ പീഡന സ്വഭാവത്തിൻ്റെ ഭാഗമായുള്ള പ്രയോഗങ്ങൾ ഷാഫി പറമ്പലിനോട് ഞാൻ പറഞ്ഞതാണ്, പക്ഷെ മൈൻഡ് ചെയ്തില്ല. ഇതിൽ ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരികയാണ്. അതിജീവിതക്ക് നേരെ നടന്ന സൈബർ ആക്രമണത്തിൻ്റെ യഥാർത്ഥ അടിസ്ഥാനം ഇവരെ ഇല്ലാതാക്കിയാൽ ഇനി അങ്ങോട്ട് പരാതി കൊടുക്കാൻ പുറപ്പെടുന്നവരുടെ പരാതി കൊടുക്കാനുള്ള ത്വര അവസാനിക്കും. അതായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം. പരാതി ആരെങ്കിലും ഇനിയും 10-18 പരാതിയെ പറ്റിയാണല്ലോ നമ്മൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. 9 അവർ തന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പ്രമുഖ കോൺഗ്രസ് നേതാവിൻ്റെ മകളെപ്പോലും പത്രത്തിലൊക്കെ വാർത്ത വന്നിട്ടുള്ളതാണ്. വിവാഹബന്ധനയും പിന്നീട് ഇതിൽ നിന്നുള്ള മാറ്റവും. ഇങ്ങനെയുള്ള നിരവധി വിവരങ്ങൾ KPCC പ്രസിഡന്റിൻ്റെയും നേതൃത്വത്തിൻ്റെയും മുമ്പിൽ ഉള്ളപ്പോഴാണ് പരാതിയില്ലാതെ തന്നെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള വിവരം പുറത്തു വന്നു. അതൊരു വലിയ മീനി നടിച്ചുകൊണ്ടാണ് അവർ പ്രഖ്യാപിച്ചത്. ഇന്നിപ്പോഴും ജാമ്യം നിഷേധിച്ചു എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ ഞങ്ങൾ പുറത്താക്കിയിരിക്കുന്നു എന്നുള്ള വിശദീകരണമാണ് ഇപ്പോഴും നടത്തിയത്. സത്യം പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവർ ചെന്നുപെട്ട ദുരന്തപൂർണമായിട്ടുള്ള ഒരവസ്ഥ അത് വെളിവാക്കുന്നതാണ് ഇത് ഓരോന്നും.